ദൈവത്തിൻ്റെ മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു സക്കറിയായും എലിസബത്തും. ഒരു കുഞ്ഞിക്കാല് കാണാൻ ദൈവം അനുവദിക്കാത്തതെന്തേ എന്ന് ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കാം. സന്താനഭാഗ്യമില്ലാതിരിക്കുക എന്നാൽ ദൈവാനുഗ്രഹത്തിൻ്റെ കുറവും ദൈവശിക്ഷയുടെ അടയാളവുമായി ഗണിക്കപ്പെട്ടിരിക്കെ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതന്റെ ഭാര്യ, അതും അഹ്റോൻ വംശജ, മക്കളില്ലാതെ കഴിയുക എന്നത് അപമാനകരവും നിർഭാഗ്യകരവുമായിരുന്നു. ഒരിക്കൽ ഒരു ഗുരുവും ശിഷ്യനും കൂടി യാത്ര പോവുകയായിരുന്നു. ഗുരു ശിഷ്യനോട് പറഞ്ഞു, ദാഹിക്കുന്നു. അടുത്ത് പുഴ ഒഴുകുന്ന ശബ്ദം നീ കേൾക്കുന്നില്ലേ? എനിക്ക് അല്പം വെള്ളം കൊണ്ടുവരൂ. ശിഷ്യൻ പോയി പെട്ടെന്ന് തന്നെ നിരാശനായി തിരിച്ചു വന്ന് പറഞ്ഞു, ഗുരു, ഞാൻ ചെല്ലുന്നതിന് മുൻപേ കാളവണ്ടികൾ പുഴ കടന്നുപോയി. വെള്ളമാകെ കലങ്ങിയിരിക്കുകയാണ്. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ മടങ്ങിപ്പോയി പുഴയോരത്ത് കുറച്ച് സമയം കാത്തിരിക്കുക. കാത്തിരുന്നാൽ തെളിയാത്ത ഏതു വെള്ളമാണ് ഉള്ളത്. ദൈവത്തിൻ്റെ സമയത്തിനായി സക്കറിയായും എലിസബത്തും കാത്തിരിക്കേണ്ടതുണ്ടായിരുന്നു. നാം ചോദിക്കുന്നതെല്ലാം ദൈവം നടത്തി തരണമെന്നില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നാം ചോദിക്കുന്നതിന് മുൻപേ അവിടെ നടത്തിത്തരും. ഹാഗറിന് വേണ്ടി മരുഭൂമിയിൽ കിണറൊരുക്കിയ ദൈവം, ഇസ്രായേൽ ജനത്തിന് ചെങ്കടൽ പിളർന്ന് വഴിവെട്ടിയ ദൈവം നമ്മുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും നിറവേറ്റാതിരിക്കില്ല. വേണ്ടത്ര കാത്തിരിക്കാൻ ക്ഷമയുള്ള ഒരു മനസ്സും സ്വീകരിക്കാൻ തക്ക വിശാലമായ ഹൃദയവുമാണ് നമുക്ക് വേണ്ടത്.